അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഒരു ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് രാമറാവു ആസ് ഓൺ 31 ഡിസംബർ 2025 അല്ലെങ്കിൽ 2024 ഏതെങ്കിലും അവിടെ ഒരു വർഷത്തെ ട്രയൽ ബാലൻസ് നൽകിയിരിക്കുന്നു. നമുക്ക് ട്രയൽ ബാലൻസ് എന്താണെന്ന് നമുക്കറിയാം. ഓരോ വർഷത്തെ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ടാലി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോന്നാണ്, ആ വർഷത്തെ നമ്മുടെ കണക്കുകളിലൊക്കെ ഒരു വിധം അരിത്തമെറ്റിക്കലി ആക്യുറേറ്റ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് ഇവിടെ ടാലിയാക്കിയിട്ടുണ്ട്. 1 lakh എന്ന രീതിയിൽ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ടാലിയാക്കിയിട്ടുണ്ട്. ട്രയൽ ബാലൻസ് ഓൾറെഡി ടാലിയാണ്. പിന്നെ അതുകൂടാതെ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. 4 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ നമുക്ക് കാണാം. സ്റ്റോക്ക് ഇൻ ഹാൻഡ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഡിസംബറിൽ കാണുന്ന എത്രയാണ്, 11,500 ക്ലോസിംഗ് സ്റ്റോക്ക്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 200, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 300, റെൻറ്റ് ഡ്യൂ 4000. ഇങ്ങനെയൊക്കെ നമുക്ക് നൽകുന്നത് 4 അഡ്ജസ്റ്റ്മെൻറ്റ്സേ നമുക്കുള്ളൂ. ഈ 4 അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി കണക്കിൽ കയറ്റണം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ലാത്ത കണക്കും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള കണക്കും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഐറ്റംസ് ആദ്യം ഓരോന്ന് പരിചയപ്പെടാം. ക്യാപിറ്റൽ, ഉടമസ്ഥൻ ബിസിനസ്സിൽ ഇട്ടേക്കുന്ന പൈസയാണ് 47,500. ക്യാപിറ്റൽ തീർച്ചയായിട്ടും ഒരു ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്, ലയബിലിറ്റിയാണ് എന്നൊക്കെ നമുക്കറിയാം. സോ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ അത് കാണിക്കേണ്ടത്. സോ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ നമ്മൾ 47,500 ലയബിലിറ്റി ഐറ്റമായിട്ട് കാണിക്കണം. ഇന്നർ സൈഡിൽ കാണിക്കാൻ പാടുള്ളൂ, എമൗണ്ട് കൊളത്തിൽ കൊണ്ട് എഴുതരുത്. ക്യാപിറ്റൽ എപ്പോഴും ലയബിലിറ്റി. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കറിയാമല്ലോ, ക്യാപിറ്റൽ ഇത്രയും താഴെയായിട്ടാണ് വരിക, മുകളിൽ കുറച്ച് ലയബിലിറ്റി ആയിട്ടും ഉണ്ട്. അപ്പോൾ ഇത്ര സ്ഥലം വിട്ടതിന് ശേഷം ക്യാപിറ്റൽ ഇവിടെ കൊണ്ട് ഇന്നർ കോളത്തിൽ എഴുതി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐറ്റം ക്യാപിറ്റൽ 47,500. അറിയാവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഔട്ടർ കോളത്തിൽ എഴുതില്ല, കാരണം ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാനുണ്ട്, ഡ്രോയിങ്സ് കുറയ്ക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ക്യാപിറ്റലിൻ്റെ ഫൈനൽ എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് കയറുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് താത്തിയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കുറച്ച് താത്തിയിട്ട് അതിൻ്റെ പൊസിഷൻ അറിയാവുന്നതുകൊണ്ട് അവിടെ കൊണ്ട് എഴുതി വെക്കും 47,500. ഒരൈറ്റം നമ്മൾ എഴുതിയിട്ടില്ല വേറെ. അപ്പോൾ ആദ്യം തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് വെച്ചിരിക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് വെച്ചിരിക്കുന്നു, ബാലൻസ് ഷീറ്റും വരച്ച് വെച്ചിരിക്കുന്നു. 3 ആദ്യമേ വരച്ച് വെച്ചിരിക്കണം. എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് സമയം തികയില്ല. ഓരോ തവണയും അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാൻ നേരത്ത് ഒരു തവണ ക്വസ്റ്റ്യൻ വായിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാൻ നേരത്ത് ഒരു തവണ ക്വസ്റ്റ്യൻ വായിക്കണം, ബാലൻസ് ഷീറ്റ് ചെയ്യാൻ നേരത്ത് ഒരു തവണ ക്വസ്റ്റ്യൻ വായിക്കണം. അപ്പം 3 തവണ ക്വസ്റ്റ്യൻ വായിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ സമയമാണ് അങ്ങ് പോകുന്നത്. 3 തവണയും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ടൈം പോകും. അപ്പോൾ അതിന് നല്ലത് ഒറ്റയടിക്ക് ആ ഓർഡറിൽ തന്നെ അങ്ങോട്ട് എടുത്ത ഐറ്റംസ് എഴുതി പോവുക, അല്ലെങ്കിൽ നമുക്ക് സമയം ലഭിക്കില്ല. ഇതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ഐറ്റം ക്യാപിറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. രണ്ടാമത്തെ ഐറ്റം സ്റ്റോക്കാണ്. സ്റ്റോക്ക് 9,000 ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് എന്ന ഐറ്റം നമുക്ക് 2 സ്ഥലങ്ങളിൽ എടുക്കേണ്ടതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആകുമ്പോൾ. പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്കിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എടുക്കണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അത് ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് തരിക. നമുക്കറിയാം, ട്രയൽ ബാലൻസ് കഴിഞ്ഞ ഉടനെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ട് തരും. 11,500 ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അത് നമുക്ക് 2 സ്ഥലത്ത് എടുക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 11,500, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കണം. പക്ഷേ ഇതേ ഏത് സ്റ്റോക്കാണപ്പോൾ, ഇത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് 9,000. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എഴുതുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടല്ലേ പർച്ചേസ് എഴുതുന്നത്. തീർച്ചയായിട്ടും നമ്മളപ്പോൾ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 9,000 നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ ഐറ്റവും കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇനി മൂന്നാമത്തെ ഐറ്റം പ്രൊമൈസസ്. ഈ പ്രൊമൈസസ് എന്ന് പറയുന്ന 12,000. ഇത് ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. ബിൽഡ് കെട്ടിടവും അതിന് ചുറ്റുവട്ടത്തുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊമൈസ് 12,000 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 12,000 എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ആണ് കാണിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത്. പ്രൊമൈസസ് നമുക്ക് 12,000 എന്ന് ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത ഐറ്റം നോക്കാം. ഏതാണ് അടുത്ത ഐറ്റം? പർച്ചേസസ് ആണ്. 28,000. അത് ഇന്നർ കോളത്തിൽ കാണിക്കേണ്ടി വരും മിക്കവാറും, കാരണം പർച്ചേസ് റിട്ടേൺസ് ഉണ്ടാവും. സോ പർച്ചേസസ് ഇൻസൈഡിൽ എഴുതി 28,000. അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് അതാ കിടക്കുന്നു കണ്ടോ, 550. പർച്ചേസ് റിട്ടേൺസ് കുറച്ച് ബാക്കിയുള്ള എമൗണ്ടാണ് നെറ്റ് പർച്ചേസ് ആയിട്ട് 27,450 ഔട്ടർ കോളത്തിൽ കാണിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 42,000. അത് ഇന്നർ കോളത്തിൽ കാണിക്കണം, കാരണം സെയിൽസ് റിട്ടേൺസ് കുറയ്ക്കണ്ടേ. സെയിൽസ് റിട്ടേൺസ് 450. ഓക്കെ, സെയിൽസ് 42,000. സെയിൽസ് റിട്ടേൺസ് കുറച്ച് ബാക്കിയുള്ളത് ആണ് ഔട്ടർ കോളത്തിൽ കാണിക്കുന്നത്. അതായത് നെറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറച്ചിട്ടുള്ളതിനെ നെറ്റ് സെയിൽസ് എന്നാണ് പറയുന്നത്. അതുപോലെ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് കുറച്ചിട്ടുള്ളതിനെ നെറ്റ് പർച്ചേസ് എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ എഴുതി. അതിനുശേഷം വേജസ് എന്താണെന്ന് നോക്കാം. വേജസ് 1000. ഇപ്പം നോക്കുക, നമ്മൾ ഇതുവരെയുള്ള ഐറ്റംസ് തുടർച്ചയായി എടുത്തു വന്നേക്കാണ്, ഒരു ഐറ്റം പോലും വിട്ടിട്ടില്ല. പിന്നെ ഇനി അങ്ങോട്ട് മുകളിലേക്കുള്ളത് ഇനി വായിക്കാൻ സമയം കളയേണ്ട കാര്യമില്ല എന്നർത്ഥം. വേജസ് 1000 ആണ്. വേജസ് ഫാക്ടറി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലിയാണ് നമുക്കറിയാം. വേജസ് 1000 തൊട്ട് താഴെ എഴുതി, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എഴുതി.
അത് വേജസ് എന്തുകൊണ്ട് ഇന്നർ കോളത്തിൽ എഴുതിയെന്ന് നിങ്ങൾ സംശയം ചോദിച്ചേക്കാം. കാരണമുണ്ട്. അത് നോക്കൂ, അഡ്ജസ്റ്റ്മെൻറ്റ്സിനും ഒരു വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 200 കിടപ്പുണ്ട്. ഡേറ്റ് കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കെങ്കിലും തൊഴിലാളിക്ക് വേജസ് കൊടുക്കാൻ ബാക്കിയുണ്ട്, പെൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ബാധ്യതയായിട്ട് നമ്മുടെ മീതെ നമ്മുടെ ഈ വർഷത്തെ ചിലവായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഈ വർഷത്തെ ചിലവ് ഈ വർഷത്തെ കണക്കിൽ കാണിക്കണ്ടേ, നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ വർഷത്തെ ചിലവാണ്. അപ്പോൾ അത് ഈ വർഷത്തെ ചിലവും ഈ വർഷത്തെ വരുമാനവും തമ്മിൽ തട്ടിച്ച് നോക്കിയാണ് നമ്മുടെ ഈ വർഷത്തെ ലാഭം കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തിട്ട് കണക്കിൽ കയറ്റണം. ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് അത് ട്രയൽ ബാലൻസ് വരാഞ്ഞത്. അത് പക്ഷേ കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു, അത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കയറ്റുകയാണ്. ഓക്കെ, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ എന്ത് ഔട്ട്സ്റ്റാൻഡിങ് വന്നാലും ഓർമ്മിക്കുക, കാണാപ്പണം പഠിക്കുക. എന്ത് ഔട്ട്സ്റ്റാൻഡിങ് വന്നാലും അത് ബന്ധപ്പെട്ട ചിലവിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്. വേജസിൻ്റെ കൂടെ കൂട്ടണം. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ സാലറിയുടെ കൂടെ കൂട്ടണം. നമുക്കത് എവിടെയുമുണ്ട്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 300 സാലറിയുടെ കൂടെ കൂട്ടണം. അതെവിടെയാണോ സാലറി എഴുതുന്നത് അവിടെ കൊണ്ട് ആഡ് ചെയ്യണം. വേജസ് എഴുതുന്ന ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഇന്നർ കോളത്തിൽ. ഓക്കെ, നമുക്ക് ഈ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 200, വേജസിൻ്റെ കൂടെ വേജസ് 1000 ആണ്, അതിൻ്റെ കൂടെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുന്നു 200. ഇപ്പോൾ എത്രയായി? 1200. അതുപോലെ തന്നെ അടുത്ത ഐറ്റം നമുക്ക് നോക്കാം. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ എഴുതി കഴിഞ്ഞു. ഇനി ക്യാരേജ് ഇൻവേർഡാണ്. എന്താണ് ക്യാരേജ്? അകത്തേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇതിൻ്റെ വണ്ടിക്കൂലിയാണ് 450. തീർച്ചയായിട്ടും അത് ക്യാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ 450 എഴുതി. ഇനി അതുപോലെ തന്നെ സാലറീസ് 700 ഓഫീസിൽ വരുന്ന ചിലവാണ്. നമുക്കിപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ താഴെ വരച്ചിട്ടേക്കണേ. ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ഇത്ര സ്ഥലം വേണമെന്ന് നമുക്കറിയാമല്ലോ. ആ ധാരണ വെച്ചിട്ട് അത് അടിയിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതാം. അവിടെ നമ്മളെന്താ എഴുതിയത്? സാലറീസ് കൊണ്ടുവന്ന് എഴുതി. സാലറീസ് എത്ര? 700 എഴുതി. സാലറീസ് 700 എഴുതിയപ്പോൾ ഒരു കാര്യം, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വായിച്ച് നോക്കിയാൽ 300 രൂപ. അപ്പോൾ അതുകൂടി എഴുതിയേക്കാലോ. അതെ, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 300. അപ്പം മൊത്തം 1000 രൂപയാണ് ഈ വർഷത്തെ സാലറി ചിലവ്. അതിൽ 300 നമുക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ വർഷത്തെ കണക്കിൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഈ വർഷത്തെ കണക്കിൽ അത് ചിലവിനമായിട്ട് കയറ്റണം നമ്മൾ എഴുതിയിരിക്കുന്നു. ഇനി അടുത്ത ബിൽസ് റിസീവബിൾ. ബില്ല് പ്രകാരം 9500 രൂപ നമുക്ക് ആരിൽ നിന്നൊക്കെയോ കിട്ടാനുണ്ട്. അത് നമ്മുടെ ആസ്തിയാണ്. നമുക്ക് പണം ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡെറ്റേഴ്സിൽ നിന്ന് പണം കിട്ടാനുണ്ടെങ്കിലാണെങ്കിലും ബില്ലിൽ നിന്ന് പ്രകാരം കിട്ടാനുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ സ്വത്താണ്, അസറ്റാണ്. അത് തീർച്ചയായിട്ടും ബാലൻസ് ഷീറ്റിൽ നമ്മൾ ബിൽസ് റിസീവബിൾ 9500 എന്നുള്ളത് നമ്മൾ കാണിക്കണം. നോക്കൂ, ബിൽസ് റിസീവബിൾ 9500 ബാലൻസ് ഷീറ്റിൽ നമ്മളത് കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി വീണ്ടും ചോദ്യം വായിച്ചു പോവുകയാണ്. ബാക്കിയുള്ള ഐറ്റം ജനറൽ എക്സ്പെൻസസ് 500. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ചിലവാണ്, ട്രേഡിംഗ് അക്കൗണ്ടിലല്ല വരുന്നത്. നമുക്കറിയാം ജനറൽ എക്സ്പെൻസ് 500 അത് എഴുതിയിരിക്കുന്നു. ഇനി ഡിസ്കൗണ്ട് 400. ഈ ഡിസ്കൗണ്ട് 400 കാണിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്, അല്ലാണ്ട് ഡെബിറ്റ് എമൗണ്ട് കോളത്തിലല്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് എന്ന്. അതായത് ഇവിടെ ഡിസ്കൗണ്ട് എവിടെ നോക്കട്ടെ, ഡിസ്കൗണ്ട് 400. ഓക്കെ, ഡിസ്കൗണ്ട് 400. പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ ഈ എക്സ്പെൻസ് ആയിട്ടാണ് കേട്ടോ. ഡിസ്കൗണ്ട് 400 എക്സ്പെൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിസ്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുകയാണെങ്കിൽ അത് ഇൻകം ആയിട്ട് എടുക്കേണ്ടത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് ഇവിടെ എടുക്കേണ്ടത്. എന്തായാലും ഇത് ഡിസ്കൗണ്ട് പെയ്ഡ് ആയതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഡിസ്കൗണ്ട് പെയ്ഡ് എന്നുള്ളത് ഇപ്പുറത്താണ്. ഡിസ്കൗണ്ട് പെയ്ഡ് ഇവിടെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിന് നേരെയാണ് കാണിക്കേണ്ടത്. അല്ല, ഇതെല്ലാം ഡെബിറ്റുകളാണ് കേട്ടോ, ഒന്നും ക്രെഡിറ്റ് അല്ല. ഡിസ്കൗണ്ട് 400 എന്നുള്ളതും ഡെബിറ്റ് തന്നെയാണ്. ഇനി ഡ്രോയിങ്സ് 800. ഡ്രോയിങ്സ് ഉടമസ്ഥൻ വിഡ്രോ ചെയ്തതാണ്. ക്യാപിറ്റലിൻ്റെ കുറവാണ്. ക്യാപിറ്റൽ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റിലാണെങ്കിൽ ഡ്രോയിങ്സ് എപ്പോഴും ഡെബിറ്റിലായിരിക്കും, ഓർമ്മിക്കുക. ഇനി അപ്പോൾ ഡ്രോയിങ്സും ഡെബിറ്റാണ്, 800 ആണ്. ഇനി സൺട്രി ഡെറ്റേഴ്സ് എത്രയാണ്? 5150. ഇനി ഈ ഡ്രോയിങ്സിൻ്റെ കാര്യം ഒന്ന് കാണിച്ചേക്കാം. ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റ് ആയിട്ടാണല്ലോ. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ട ഐറ്റമാണ്. നമുക്ക് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് ക്യാപിറ്റൽ എഴുതുക, ക്യാപിറ്റലിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് എഴുതാനുള്ള സ്ഥലം വിടുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ എഴുതാനുള്ള സ്ഥലം വിടുക. അതിൻ്റെയും അടിയിലാണ് ഡ്രോയിങ്സ് എന്നുകൊണ്ട് എഴുതേണ്ടത്. കാരണം നമ്മൾ ഇതൊന്നും എഴുതിയിട്ടില്ല, നെറ്റ് പ്രോഫിറ്റൊക്കെ കണ്ടുപിടിച്ചിട്ടേ എഴുതാൻ പറ്റുള്ളൂ. സ്ഥലം വിട്ടിട്ട് കുറച്ച് താഴെയായിട്ട് ഇതിൻ്റെ നേരെ ആയിട്ട് എഴുതി 500ൻ്റെ താഴെ 800 എന്നുള്ള രീതിയിൽ വരത്തക്ക രീതിയിൽ സ്ഥാനവില അനുസരിച്ച് എഴുതണം. 800 എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത്ര തൽക്കാലം നമുക്ക് പറ്റുള്ളൂ. ഇനി അപ്പോൾ നമ്മൾ എന്തായാലും ഓർഡറായിട്ട് എല്ലായിട്ട് എടുത്തു കഴിഞ്ഞു. സൺട്രി ഡെറ്റേഴ്സ് നമ്മുടെ ടോട്ടൽ. സൺട്രി എന്ന വാക്കിന് ടോട്ടൽ എന്നേ അർത്ഥമുള്ളൂ. പല ആൾക്കാർ മിസ്റ്റർ കൃഷ്ണൻ നമുക്ക് പൈസ തരണ്ടാവും, മിസ്റ്റർ സുകുമാരൻ പൈസ തരണ്ടാവും, മിസ്റ്റർ സോളമൻ പൈസ തരണ്ടാവാം, അങ്ങനെ പലരും പൈസ തരണ്ടാവും. ഈ തരാനുള്ളവരെല്ലാം നമ്മുടെ ഡെറ്റേഴ്സാണ്. അവരുടെ എല്ലാവരുടെയും പേരെഴുതിയിട്ട് നമുക്കിവിടെ എഴുതുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരുടെ എല്ലാം കൂടി പൈസ എല്ലാം കിട്ടാനുള്ള എല്ലാവരുടെയും കൂടി ടോട്ടൽ എടുത്തിട്ട്
അവരുടെ ടോട്ടൽ എന്നതിന് അക്കൗണ്ടൻസിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്ക് സൺട്രി എന്നാണ്. സോ സൺട്രി ഡെറ്റേഴ്സ് മീൻസ് ടോട്ടൽ ഡെറ്റേഴ്സ് 5150 രൂപ. നമുക്ക് അത് അസറ്റാണ്, ബാലൻസ് ഷീറ്റ് ഐറ്റം. നമുക്ക് പണം തരാനുള്ളവർ നമ്മുടെ അസറ്റാണ്. സോ 5150 ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കാനുണ്ട് ഡെറ്റേഴ്സിനെ. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെറ്റേഴ്സ് 5150 എന്ന് കാണിച്ചു. ഓക്കെ, ഇനി വീണ്ടും അടുത്തതാണ് ക്യാഷ് അറ്റ് ബാങ്ക്. 16,690 അത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഒക്കെ എവിടെയാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ആദ്യത്തെ ഒക്കെ ഐറ്റമായിട്ട് നമ്മൾ കാണിക്കാറുള്ളതാണ്. സോ ക്യാഷ് അറ്റ് ബാങ്ക് 16,690. ക്യാഷ് ഇൻ ഹാൻഡ് ഇല്ല, ക്യാഷ് അറ്റ് ബാങ്ക് ഉള്ളൂ ഈ കണക്കിന്. ഇനി ഇൻഷുറൻസ് അത് ചിലവാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ചിലവാണ് 360 രൂപ. സോ ഇൻഷുറൻസ് എന്നുള്ളത് നമ്മൾ കാണിക്കുകയാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഇൻഷുറൻസ് 360 രൂപ കാണിച്ചു. ഇനി 2-3 ചിലവുകൾ കൂടിയുണ്ട്. കമ്മീഷൻ, കമ്മീഷൻ അത് റിസീവ്ഡ് ആണ് കേട്ടോ. കമ്മീഷൻ റിസീവ്ഡ് 300 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് ഇൻകമായിട്ട് കാണിക്കാതെ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ബിൽസ് പേയബിൾ അത് നമുക്ക് ബില്ല് പ്രകാരം നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ബാധ്യതയാണ്. അതുകൊണ്ടാണ് ക്രെഡിറ്റ് എമൗണ്ട് കൊടുത്ത് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ബാലൻസ് ഷീറ്റ് ഐറ്റമാണ് ബാധ്യതയൊക്കെ ലയബിലിറ്റിയൊക്കെ അല്ലേ. 7500 ബാലൻസ് ഷീറ്റിലെ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ ഐറ്റം ഏറ്റവും ആദ്യം കാണിച്ചിരിക്കുന്നത് 7500. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് നോക്കാം നമുക്ക്. ക്രെഡിറ്റേഴ്സ് 2100 അതും ബാധ്യതയാണ്. ക്രെഡിറ്റേഴ്സ് അതുകൊണ്ടാണ് ക്രെഡിറ്റ് എമൗണ്ട് കൊടുത്ത് കാണിച്ചത്. ബാധ്യതകളെല്ലാം ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് എമൗണ്ട് കൊടുത്തിട്ടായിരിക്കുമല്ലോ. അപ്പോൾ 2150 ബാലൻസ് ഷീറ്റ് ഐറ്റമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നു. ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ കഴിഞ്ഞിട്ട് കുറച്ച് താഴെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ക്രെഡിറ്റ്സ് സൺട്രി ക്രെഡിറ്റ്സ് തൊട്ട് താഴെ കാണിച്ചാലും കുഴപ്പമില്ല. ഇവർ പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 3 ഉണ്ടല്ലോ, വേജസ്, സാലറീസ്, റെൻറ്റ്, ഇത് 3 ഒരുമിച്ച് കൂട്ടിയിട്ട് ഔട്ടർ കോളത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡ്ജസ്റ്റ്മെൻറ്റ്സ് 2 സ്ഥലത്ത് കാണിക്കണം എന്നുള്ളതാണ്. ഒന്ന് ബന്ധപ്പെട്ട ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലേ, വേജസുമായി ബന്ധപ്പെട്ട ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ട്രേഡിംഗ് അക്കൗണ്ടാണ്. സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ അവിടെ കാണിക്കണം. അവിടെ അത് ബന്ധപ്പെട്ട ചിലവിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കേണ്ടതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അത് നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട് എന്ന് ബാധ്യതയായിട്ടും കാണിക്കണം. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെയും പണി 2 സ്ഥലത്തുണ്ട്, അത് മറക്കരുത്. അതാണ് ചില ആൾക്കാർ ഒരു സ്ഥലത്ത് എഴുതി വയ്ക്കും, ബാലൻസ് ഷീറ്റിൽ എഴുതാൻ മറന്നു പോകും. റെൻറ്റ് ഇതുപോലെ തന്നെയാണ്. ഡ്യൂ മീൻസ് റെൻറ്റ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന ഭാഷയിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. റെൻറ്റ് ഡ്യൂ എന്ന് പറഞ്ഞാലും അത് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമുക്കുണ്ടാവണം. അത് 4000 എന്ന് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, റെൻറ്റ് ഡ്യൂ. ഓക്കെ, ഇനി എന്തെങ്കിലും അവിടെ. അപ്പോൾ ഫർണിച്ചർ അസറ്റാണ് അല്ലേ. ക്രെഡിറ്റേഴ്സ് നമുക്ക് ബാധ്യതയാണെന്ന് എഴുതി കഴിഞ്ഞു. ഫർണിച്ചർ അസറ്റാണ് 2000, അത് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറി 13000, അതും അസറ്റാണ്, അതും ഉൾപ്പെടുത്തണം. അപ്പോൾ ഫർണിച്ചർ ഇത് എഴുതിയിരിക്കുന്നു, ഫർണിച്ചർ 2000, പ്ലാന്റ് ആൻഡ് മെഷീനറി 13000. പ്രൊമൈസസ് ഒക്കെ നമ്മൾ നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ബിൽസ് റിസീവബിൾ അസറ്റാണ് നമ്മൾ എടുത്തു. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റമാണ്, അത് 2 സ്ഥലത്ത് എടുക്കണം. എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും. സൺട്രി ക്രെഡിറ്റേഴ്സ് എടുത്താണ് 5150. ക്യാഷ് അറ്റ് ബാങ്ക് എല്ലാ ഐറ്റം എടുത്തു കഴിഞ്ഞു. നമുക്ക് ബിൽസ് പേയബിൾ ബാധ്യതയാണ് എടുത്തു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 3 ഉണ്ട്, വേജസ്, സാലറി, റെൻറ്റ് ഡ്യൂ അത് 4500. അപ്പോൾ റെൻറ്റ് ഡ്യൂ എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം നിങ്ങൾ നോക്കുക. കേട്ടോ, റെൻറ്റ് ഡ്യൂ 4000. അപ്പോൾ എവിടെയാണ് റെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ റെൻറ്റ് ഇവിടെ തന്നിരിക്കുന്ന റെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. ഇവിടെ ചിലപ്പോൾ തന്നിട്ടില്ലായിരിക്കാം, റെൻറ്റ് ഒട്ടും തന്നെ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. ഓക്കെ, റെൻറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ റെൻറ്റ് ഡ്യൂ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ റെൻറ്റ് ഡ്യൂ എവിടെയും കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം, പ്ലസ് എവിടെയും കാണിക്കണം. അപ്പോൾ 2 സ്ഥലത്ത് കാണിക്കണം. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിലും കാണിച്ചിരിക്കുന്നു റെൻറ്റ് ഡ്യൂ. 3 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളും ഒരുമിച്ച് കൂട്ടി ഔട്ടർ കോളത്തിൽ എഴുതുന്ന രീതിയും ശരിയാണ്. അല്ല ഓരോന്നും ഒറ്റയ്ക്ക് നേരെ ഇങ്ങോട്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതിയിരിക്കുന്നു, അത് ബാധ്യതയാണ്. ക്യാപിറ്റൽ 47,500. നോക്കൂ, നമുക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോഫിറ്റ് എത്ര കിട്ടിയേക്കണം നോക്കൂ. പ്രോഫിറ്റ് ഈ സൈഡ് കൂട്ടി 15,250 ആ ടോട്ടൽ ഇങ്ങോട്ട് എടുത്തു. ഡിഫറൻസ് ചിലവുകൾ ഇത്രയുണ്ട്, ചിലവ് കഴിച്ചിട്ടുള്ള ബാക്കി 8,990 രൂപയാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ്. അത് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോക്കൂ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8,990 അല്ലേ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 56,490 കിട്ടും. എത്രയാണ് കിട്ടുക? 56,490. അതിൽ നിന്ന് ഡ്രോയിങ്സ് കുറച്ച്. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തതിന് ശേഷമുള്ള തുകയിൽ നിന്നാണ് ഉടമസ്ഥൻ പിൻവലിച്ച തുകയായ 800 ഡ്രോയിങ്സ് വിഡ്രോ ചെയ്ത തുകയാണ്. അല്ല, പേഴ്സണൽ ആവശ്യത്തിനോട് ഉടമസ്ഥൻ പിൻവലിച്ചു കൊണ്ടുപോയത് ബിസിനസ്സിൻ്റെ ചിലവിനല്ല,
അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ്. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ ചിലവല്ല, അത് അദ്ദേഹം പിൻവലിച്ചുകൊണ്ടുപോയ പൈസയായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുക 700. ഇനി അപ്പോൾ ബാക്കിയുള്ള 55,690 ഇവിടെ. ഇപ്പോൾ നമ്മൾ എല്ലാ ഐറ്റം ഓർഡറിലെടുത്തു. ഇനി നമുക്ക് ടോട്ടൽ ചെയ്താൽ മാത്രം മതി. ബാലൻസ് ഷീറ്റിൽ രണ്ട് വശവും ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ ടാലിയാവും. 69,850 ഈ വലതുവശത്ത് അസറ്റ് സൈഡിലും കിട്ടും, ഇടതുവശത്ത് ലയബിലിറ്റി സൈഡിലും 69,850 കിട്ടും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്ത കണക്ക് ചെയ്യലുകളിൽ എവിടെയൊക്കെയോ പിശകിയിട്ടുണ്ടെന്നർത്ഥം. സോ ഇതാണ് നമ്മളിത് ചെയ്യേണ്ട. അപ്പോൾ എല്ലാ ഐറ്റം ഒറ്റ വായനയിൽ തന്നെ എല്ലാ ഐറ്റം അതത് സ്ഥലങ്ങളിലേക്ക് റെക്കോർഡ് ചെയ്ത് പോയി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് സമയം ലാഭിക്കാൻ ഇതാണ് നല്ലത്. അല്ലെങ്കിൽ ഓരോ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാൻ ഒരു തവണ വായിക്കുക, സോർട്ട് ഔട്ട് ചെയ്യുക, ഐറ്റംസ് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാനായിട്ട് അടുത്തൊരു തവണ വായിക്കുക, പിന്നെയും ഐറ്റംസ് അവിടെയും ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. ബാലൻസ് ഷീറ്റിന് വേണ്ടി വീണ്ടും ഒരു തവണ വായിക്കുക, ഒന്നും ചോർന്നു പോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുക. എത്ര സമയമാണ് നമുക്ക് നഷ്ടമാകാൻ പോകുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരച്ച് വെച്ചതിന് ശേഷമാണ് ഇത് ചെയ്യാനിരിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് പോലും നമ്മൾ എടുക്കാൻ മറന്നു പോകരുത്, വിട്ടുപോകരുത്. അപ്പോൾ അതും പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായനയിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയുണ്ടെന്നൊന്നും ഒരാവർത്തി ഒന്ന് നോക്കിയെടുക്കണം, നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉദാഹരണം നോക്കുക, വേജസിനും സാലറിക്കും റെൻറ്റിനും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ചിലവിൻ്റെ കൂടെ ആ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അത് ആഡ് ചെയ്യണം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് കാണാതെ പഠിച്ചു വെച്ചുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് എക്സ്പെൻസുകളാണെങ്കിൽ ലെസ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് പ്രീപെയ്ഡ് അങ്ങനെ പഠിക്കുന്നതാണ്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് പ്രീപെയ്ഡ് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? ഔട്ട്സ്റ്റാൻഡിങ് ചിലവുകളെല്ലാം അതിൻ്റെ ബന്ധപ്പെട്ട കൺസേൺഡ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ അത് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ അത് കൺസേൺഡ് എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ അത് അസറ്റ് സൈഡിൽ കാണിക്കുക. ഇതൊരു റൂളായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. താങ്ക് യു.